ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതവിടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ മധുരമുള്ള, ഒരുപാട് പഴുത്തിട്ടില്ല, എന്നാലും നല്ല മധുരമുള്ളൊരു ചക്കയാണ്. ഇനി നല്ല പഴുത്ത ചക്ക ആണെങ്കിലും കുഴപ്പമില്ല, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് അരച്ചെടുക്കാൻ പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഏലക്ക ചേർത്താൽ. ഞാനിതിൽ ഏലക്ക ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏലക്കയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് മതി. ഇത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ദോശ ചുട്ടെടുക്കാം. ഈ ഒരു പാകത്തിനാണ് ദോശമാവ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. മാവ് ഒഴിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. ഇനി സാധാ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒരു ഭാഗം റെഡിയായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കണം. ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഭാഗം റെഡിയായി നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മറുവശം റെഡിയാവുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല. ബാക്കി എല്ലാ ദോശയും നമ്മൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ അതാ ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് മധുരമുള്ളതാണ്, ശർക്കര ചേർത്തുകൊണ്ട് ആ ഒരു ചെറിയ മധുരം കൂടി ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്കും രാവിലെ എളുപ്പത്തിൽ പണി കഴിയുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി